ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്തിന്റെ ചൈതന്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഈ നാളുകളിൽ ദൈവത്തിന്റെ മഹാസ്നേഹത്തിലേക്ക് നമ്മളെ വലിച്ചടിപ്പിക്കാൻ ക്രൂശിതനായ തമ്പുരാൻ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ആ ധന്യ നിമിഷങ്ങളെ നമ്മൾ ഓർത്ത് ധ്യാനിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 16-ാമത്തെ വചനം ഇങ്ങനെയാണ്: കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും, അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളിൽ പരിപുഷ്ടരാകും. അതിമനോഹരമായൊരു വചനത്തിലൂടെ പ്രഭാഷകൻ നമ്മളെ ഉപദേശിക്കുകയാണ്. നീ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടങ്ങൾ അവിടുത്തെ ഇഷ്ടങ്ങളായിരിക്കും. മറ്റെല്ലാ ഇഷ്ടങ്ങളെക്കാൾ അപ്പുറമായി ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായി നീ മാറും. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രമാണങ്ങളാൽ നീ പരിപുഷ്ടമാകുമെന്നാണ് കർത്താവിന്റെ വചനം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൃപയായി, ആത്മീയ ഔഷധമായി മാറുന്നത് കർത്താവിന്റെ വചനവും വിശുദ്ധ കുർബാനയുമാണ്. ഈശോയുടെ വചനമില്ലാത്ത ജീവിതങ്ങളിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ വീണുപോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈശോയുടെ കുർബാന അർപ്പണത്തിൽ നമ്മൾ ആഴത്തിൽ പങ്കെടുക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതം ശുഷ്കിച്ചു പോകുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രതിസന്ധികൾ നമ്മളെ അലട്ടുമ്പോൾ ആഴമായി ഈശോയിലേക്ക് തിരിയാൻ, അവന്റെ വചനങ്ങളാൽ പരിപുഷ്ടമാകാൻ, കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ കുരിശുമെടുത്ത് യാത്രയാകാൻ കർത്താവ് ഈ നോമ്പുകാലത്ത് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.